രത്ന എന്താണ് കരയാത്ത? അപ്പൊ നീ മനപ്പൂർവ്വം കരയണല്ലേ സ്കൂളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആ സമയത്ത്? കൊല്ലി. ഗുഡ് മോർണിംഗ്. ഹായ് ഗൈസ്. ഗ്ലാസ്സസ് കുറച്ച് വലുതായി പോയോ? അപ്പോൾ വെൽക്കം ടു മൈ സെക്കൻഡ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. ഇതൊരു ക്രിസ്മസ് അപ്പോൾ ഓക്കെ, ഇത് ഞങ്ങളുടെ സെക്കൻഡ് വ്ളോഗാണ്. ക്രിസ്മസ് വ്ളോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന് വൈകുന്നേരം നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വരുന്നുണ്ട്. ശരണ്യ, രഞ്ജു. ഇവളിവിടെ തിരുത്തുകുമാറായിട്ട് ഇരിക്കട്ടോ കേട്ടാ. ഞാനിതൊന്ന് തീർത്തോട്ടെ. എന്നെ ഒന്ന് ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് അവരെല്ലാവരും വരും. ഓഫീസ് കഴിഞ്ഞ് അവർക്ക് ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാ കൊല്ലവും ക്രിസ്മസ് ഒരുമിച്ച് തന്നെ ആഘോഷിക്കുക. ക്രിസ്മസ് അല്ല, ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, വിഷു, നമ്മൾ ഒട്ടുമിക്കതെല്ലാം പറ്റണ പോലെ ഒരുമിച്ച് തന്നെയാണ് ആഘോഷിക്കുക. അപ്പോൾ നമ്മളിപ്രാവശ്യം കുഞ്ഞു കുഞ്ഞു ഗെയിംസും സീക്രട്ട് സാന്റ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിനുള്ള ഗിഫ്റ്റ്സ് വാങ്ങാൻ പോവാണ്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുക്കിംഗ്. അത് നമ്മളൊരു സ്ഥലത്ത് കൂടുന്നു. അതാണ് ഇന്നത്തെ വ്ളോഗ്. I do? Looks like a monster, right? Looks like a monster, right? Yeah. Yeah. Pingum നെഞ്ചുടുക്കൽ ഇവിടെ തളപ്പില്ല നിന്നെ ചായവർക്കാൻ അറിയാറാകുന്നില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ രാത്രി നല്ല ഹെവി ആയി കഴിക്കുന്നതുകൊണ്ട് ഞങ്ങളൊരു തട്ടിക്കൂട്ട് ടോട്ടല റാപ്പ് ഉണ്ടാക്കി. റാപ്പ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, റാപ്പ് തന്നെയല്ലേ. അപ്പോൾ 2 ഞാൻ ഉണ്ടാക്കി, 2 ഞാൻ ഇങ്ങനെ വച്ചേക്കുക. ഇത് സക്സസ് ആയാൽ ബാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾ ബാക്കി ഉണ്ടാക്കാണ്ട് വെച്ചാൽ 2 കൊണ്ട് ഉണ്ടാക്കി കഴിച്ച് നമ്മൾ കുക്കിങ്ങിലേക്ക് കയറിക്കാണ്. വിശപ്പിൻ്റെ വെപ്രാളം കാരണം എനിക്കത് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എനിക്ക് പണ്ട് തൊട്ടേ ഗാദറിങ്സ്, സെലിബ്രേഷൻസ് ഒക്കെ വലിയ ഇഷ്ടമാണ്. വീട്ടിലെ ആൾക്കാർ വരിക, ഒരുമിച്ച് കുറേ നേരം വർത്താനം പറയുക, അടിച്ചു പൊളിക്കുക, ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യും, എന്നെ ഹൈപ്പറാക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നൃത്തങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് കാര്യമാക്കണ്ട. പാത്തുവും ഏറെക്കുറെ എന്നെ പോലെയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് പാത്തുവിന്. ആരെങ്കിലും വീട്ടിൽ വരണോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകണോ എന്നൊക്കെ പറയണത്. കുട്ടനും സന്തോഷമാണ്, ഇഷ്ടമാണ് ഇതൊക്കെ. പക്ഷേ ഞങ്ങൾ അത്ര പ്രാന്ത് കുട്ടം കാണിക്കാറില്ല. നമ്മളിങ്ങനത്തെ ഗ്യാതറിങ്സ് വെക്കുമ്പോൾ എപ്പോഴും പോട്ട്ലൊക്കെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് 2 കറി, മെയിൻ കോഴ്സിനുള്ള 2 കറിയും പിന്നെ 2 സ്റ്റാർട്ടേഴ്സുമാണ്. പിന്നെ ചിറ്റ പ്ലം കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വെജ് ആൻഡ് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ശരണ്യ കുറച്ച് ചാർട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, ഗ്ലാസ്, അതൊക്കെ അവളുടെ സെക്ഷനാണ്. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ ഒരു മെനു ഫോർ ദി ഡേ. ഇങ്ങനെയൊന്നും അല്ലടാ.
അപ്പോൾ ഗൈസ് കുറച്ച് മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം ഞങ്ങൾ കുക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് വരാം. ഇപ്പം എത്തും ഗാജിറ്റയും ഷർമിയും കാർത്തിച്ചിറ്റയും എല്ലാവരും ഇപ്പം എത്തും. വിവിക്ക്. അപ്പോൾ ഞങ്ങൾ അതിനു മുമ്പ് റെഡി ആയിട്ട് വിവേകും. അപ്പോൾ ഈ തിരുത്തൽവാദിയെ കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഗൈസ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ കൊണ്ടുപോയി കണ്ടിട്ട് പിടിക്കാം. ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അങ്ങനെ ആദ്യം ശരണ്യ എത്തി, പിന്നാലെ രഞ്ജു എത്തി, അത് കഴിഞ്ഞ് നമ്മുടെ കാർത്തിച്ചിറ്റ ഫ്രം റാസൽ ഖൈമ എത്തി, അത് കഴിഞ്ഞ് ഗുജ്ജു മമ്മി അമ്മൂമ്മ മുത്തശ്ശൻ എത്തിയിട്ടുണ്ട്. പിന്നെ അവസാനം പാട്ടിക്കുള്ള വാട്ടർ സപ്ലൈ ആയിട്ട് ഡെങ്കുവും വിവേകും എത്തി. പണ്ടൊക്കെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛൻ വാങ്ങിച്ചു തരുന്ന ഒരു സ്റ്റാറും പിന്നെ ഒരു പ്ലം കേക്കും. അതും ഇനിയിപ്പോൾ ചുങ്കാലിൽ അമ്മയുടെ വീട്ടിലാണ് ക്രിസ്മസ് വെക്കേഷൻ എങ്കിൽ പ്ലം കേക്കിൻ്റെ മുകളിൽ ഒരു ഐസിങ്ങും കൂടി ഉണ്ടാവും. അതാണ് നമുക്ക് തൊട്ടപ്പുറത്ത് കൊച്ചുറുക്കി അച്ചാച്ചൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന കേക്ക്. അതൊക്കെ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ് ആ സമയത്ത്. ഇന്നിപ്പോൾ നമുക്ക് എത്രയൊക്കെ വീടൊരുക്കിയാലും എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാലും എത്രയൊക്കെ ഇതിൻ്റെ പേരിൽ ഗ്യാതറിങ് ചെയ്താലും മതിയാവാത്തൊരവസ്ഥയാണ്. ഇതിനുള്ള പ്രധാന കാരണം നമ്മൾ നാട് വിട്ട് നിൽക്കണതാണ് കേട്ടോ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്യാദർ ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു കാരണങ്ങളും ഒരു അവസരങ്ങളും നമ്മൾ മിസ്സാക്കാറുമില്ല. Hello, attention please. Santa time. Bingo. എനിക്കാന്ന് വയ്യ. Merry Christmas. അത് കറക്റ്റ് അല്ലേടാ, നമ്മൾ തമ്മിൽ അങ്ങനെയല്ലേ. താങ്ക് യു. ഞാൻ വെച്ച് കൊടുങ്ങല്ലൊരു അമ്മ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് കൊടുങ്ങല്ലൂർ കൊണ്ടുവന്ന നിന്റെ വീട്ടിലേക്ക് ആണല്ലോ. അത് കൊള്ളാം. എടുത്തോളൂ. ഇത് പ്ലാനിങ് ആട്ടാ, ഇത് പ്ലാനിങ് ആട്ടാ. ചെറിയുണ്ട കാർത്തി. എനിക്ക് എന്നോട് ഇവിടെ തീരെയാണ്. മെരി ക്രിസ്മസ്. ഈ കൊടുത്തവരും കിട്ടിയ ഈ രണ്ട് ടീമിലാണ് ആക്രാന്തം. അയ്യോ ജോലി കൊടുക്കും. തീർന്നു. അവളുടെ ഭാഗ്യം. വീട്ടിലേക്ക് എന്താ കൊണ്ടുപോകും. അല്ല, അവള് മേടിക്കാൻ നല്ല മേടിക്കായിരുന്നു. കയ്യിലിരിക്കട്ടോ രണ്ട് പേര്. റീഡ് ചെയ്യൂ, പാത്തു റീഡ് ചെയ്യൂ. ഗുജ്ജു തരും, പാത്തുന് ഗുജ്ജു തരൂ ട്ടാ.
അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചു ഗൈസ്. എനിക്ക് തോന്നുന്നു വെളുപ്പിന് 3-3:30 എന്തോ ആയി. അപ്പോഴും നമ്മൾ നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രഞ്ജുവിനും ശരണ്യയ്ക്കും ഓഫീസുണ്ട്. അതുകൊണ്ട് നമ്മൾ അപ്പോഴെങ്കിലും ബൈ ബൈ പറയാൻ തീരുമാനിച്ചു. പിന്നെ അടുത്ത ആഴ്ച ന്യൂ ഇയറിന് വീണ്ടും കൂടാലോ എന്നുള്ളൊരു ചെറിയ സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ വൺസ് അഗെയിൻ വിഷിങ് യു ഓൾ Merry Christmas!